ഈ വരുന്ന വെക്കേഷൻ ടൈമിൽ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരു ക്യാമ്പിംഗ് വൈബ് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ മൂന്നാർ പോതൻമേട് വ്യൂ പോയിന്റിന്റെ തൊട്ടടുത്തുള്ള കൂടാരം നിങ്ങളെ കാത്തിരിക്കുകയാണ്. മൂന്നാറിലെ ഏറ്റവും വൈബുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിസോർട്ടാണിത്. കുട്ടികളടക്കം ഫാമിലിക്ക് പറ്റുന്ന ഗ്ലാമ്പിംഗ് ടെന്റുകളിലാണ് ഇവിടെ സ്റ്റേ സെറ്റ് ചെയ്തിരിക്കുന്നത്. ലൈഫിലെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാട്ടോ കൂടാരം. മലനിരകളാലും തേയിലത്തോട്ടങ്ങളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിൽ എങ്ങോട്ട് ക്യാമറ വെച്ചാലും ഒരു ഫ്രെയിമാണ്. ഇവിടെ നിന്നുള്ള വ്യൂ അതിമനോഹരമാണ്. ഫുള്ള് പച്ചപ്പും മരങ്ങളും ചെടികളും. ഈ ഒരൊറ്റ ക്യാമ്പ് സൈറ്റിൽ 22 സെപ്പറേറ്റ് ക്യാബിൻസ് ആണ് ഉള്ളത്. ഏകദേശം 60 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. കിഡിലൻ വൈബ്സ് ഉള്ള ഫോട്ടോ ഫ്രെയിംസ് ആട്ടോ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പെർ ഹെഡ് 2000 ആട്ടോ അവിടെ ചാർജ് ചെയ്യുന്നത്. ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ടീ, സ്നാക്സ് എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. നിലമ്പൂരിൽ നിന്ന് അതിരാവിലെ തുടങ്ങിയ യാത്രയിൽ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. പോരുന്ന വഴിയിലുള്ള നല്ല കാഴ്ചകളും നല്ല രുചികളും ഒക്കെ കണ്ട് ഏകദേശം വൈകുന്നേരമായിട്ട് മൂന്നാർ എത്തുന്നതിന് മുമ്പുള്ള ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് എത്തിയപ്പോഴേക്കും ഏകദേശം 8 മണിയായപ്പോഴാണ് നമ്മൾ കൂടാരം ക്യാമ്പിംഗ് സൈറ്റിൽ എത്തിയത്. അപ്പോൾ കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് ഒന്ന് ഊഞ്ഞാലൊക്കെ ആടിയതിൻ്റെ ശേഷം ഇവരുടെ മറ്റു കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ആദ്യം നമ്മൾ പോയത് ഇവരുടെ മിസ്റ്റ് ഡാൻസിലേക്കാണ്. ആ നൈറ്റിലുള്ള ലൈറ്റിനിങ്ങും ഒക്കെ നല്ല വൈബായിരുന്നു. മിസ്റ്റ് ഡാൻസ് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഡിന്നർ കഴിക്കാനാട്ടോ. നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല കിടിലൻ സലാഡ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഇവരുടെ സ്പെഷ്യലായിട്ട് ഗ്രിൽഡ് ചിക്കനും അതിൻ്റെ കൂടെ നല്ല ചിക്കൻ ഫ്രൈഡ് റൈസും പിന്നെ ചപ്പാത്തിയും ഒക്കെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. ഭക്ഷണമൊക്കെ നമ്മൾ പ്രതീക്ഷയിലേറെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ചിക്കനും ഗ്രിൽഡ് ചിക്കനും ആ ഫ്രൈഡ് റൈസും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം പിന്നെ ക്യാമ്പ് ഫയറിനുള്ള ടൈമായിരുന്നു ഇപ്പോൾ. നല്ല തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ടും കുറേ നേരം നമ്മളൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ആ ക്യാമ്പ് ഫയറിൻ്റെ അവിടെ കുറേ നേരം എൻജോയ് ചെയ്തിട്ട് പിന്നെ നേരെ റൂമിലേക്ക് പോകും. ഇതുപോലുള്ള ഗ്ലാമ്പിംഗ് ടെൻറ്റിലായിട്ട് നമ്മൾ സ്റ്റേ ചെയ്തത്. 3 പേരും ഞങ്ങളൊരു ടെൻറ്റിലാണ് സ്റ്റേ ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിൽ ഉറക്കമൊക്കെ കിട്ടി. പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ മോന് ഒരു രക്ഷയില്ല. നല്ല വൈബ് കാഴ്ചയായിരുന്നു. നേരെ നോക്കുമ്പോൾ ഒരു വെള്ളച്ചാട്ടവും ഒക്കെ കാണാൻ പറ്റും. രാവിലെ ആയപ്പോഴാട്ടോ ഈ കൂടാരം പ്രോപ്പർട്ടീൻ്റെ നല്ല ഭംഗി വ്യൂ കാണാൻ പറ്റുന്നത്. ഇവിടെ ഇതുപോലെ ഗ്ലാമ്പിംഗ് ടെൻറ്റുകൾക്ക് പുറമെ ഇതുപോലെ നോർമൽ ടെൻറ്റുകളുണ്ട്. പിന്നെ അതുപോലെ ഹട്ടുകളുണ്ട്. ഒരുപാട് ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ സ്റ്റേ ചെയ്യാൻ. ഇതുപോലെ മനോഹരമായ ഒരുപാട് ഫോട്ടോ ഫ്രെയിമുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ കൂടാരം റിസോർട്ടിൻ്റെ പ്രത്യേകത. ഒരുപാട് ഏത് വ്യൂ എന്ന് നോക്കുമ്പോഴും ഒരുപാട് ഫ്രെയിമുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടി ആട്ടോ. മൂന്നാറിൽ വന്നിട്ട് ബഡ്ജറ്റായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണ് കൂടാരം റിസോർട്ട്. ഇവിടെ നിന്നുള്ള ഓരോ കാഴ്ചകളും മനസ്സിന് വല്ലാതെ കുളിർമയേകുന്നുണ്ട് കേട്ടോ. മൂന്നാറിൽ വന്നിട്ട് ഇത്രയും നല്ല ഭംഗിയുള്ള വ്യൂ കാണാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് കൂടാരം. ഈ ഒരു ഫോട്ടോ ഫ്രെയിം ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ. ഇവിടുന്ന് ഫോട്ടോസ് എടുക്കാതെ ഇവിടുത്തെ ഒരു ഗസ്റ്റും പോവാറില്ല. അത്യാവശ്യം നല്ല ഫോട്ടോ ഫ്രെയിമും റീൽസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാട്ടത്.
ഈ ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ മുകളിൽ കയറി നിന്നാലുണ്ടല്ലോ ഈ ഒരു ഭാഗത്തുള്ള എല്ലാ കാഴ്ചകളും നല്ല അതിമനോഹരമായിട്ട് നമുക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റുള്ളൂ. ഒരു 10 മിനിറ്റായിട്ട് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊരു ബോറടിക്കുന്നില്ല. ദൂരെ ആ വഴിയിലൂടെ പോകുന്ന വാഹനങ്ങളും ഒരുപാട് റിസോർട്ടിൻ്റെ കാഴ്ചകളും മലനിരകളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. മറ്റൊരു പ്രോപ്പർട്ടിയിലും വന്ന് കാണാൻ പറ്റാത്ത വ്യൂ ആട്ടോ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഓരോ സെക്ഷനിലും ഇവർ ഓരോ ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെൻറ്റ് സ്റ്റേക്ക് പുറമേ ഇവർ മുള കൊണ്ടുള്ളൊരു ഹട്ടൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഹട്ടാണ് ഇത് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ചെടികൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഇവർ പരിപാലിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഇൻഡോർ ഔട്ട്ഡോർ ഗെയിംസ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കൂടാരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവരുടെ പാർക്കിംഗ് വരുന്നത്. പിന്നെ നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവിടുത്തെ കാഴ്ചകളും ഇവിടെ ടെൻറ്റുകളും ഇവിടെ ക്യാമ്പിംഗ് സൈറ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. 2 സൈഡും ബുഷ് കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുള്ള ചെടികളും ഒരുപാട് ചെടികളും മരങ്ങളും ഒരു പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശം, ചുറ്റും മലകളും കോടകളും അതിൻ്റെ ഉള്ളിലായിട്ടൊരു കൂടാരം. കറക്റ്റ് പേരായിട്ട് അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഈ പ്രോപ്പർട്ടിക്ക്. അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ പിന്നെ ഇവരുടെ ഡൈനിങ് സെക്ഷനിലേക്കാണ് പോയത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല പുട്ടിനൊരു പ്രത്യേകത ഉണ്ട്. പുട്ടിൻ്റെ ഇടയിൽ ക്യാരറ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല കടലക്കറി ഉണ്ടായിരുന്നു. പിന്നെ ബ്രെഡ്, ജാം, പപ്പടം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കിട്ടില്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഞങ്ങളിവിടെ മറ്റ് കാഴ്ചകൾ കാണാൻ ഇറങ്ങിയതാട്ടോ. 22 സെപ്പറേറ്റ് ക്യാബിൻസ് ആട്ടോ ഇവിടെ വരുന്നത്. ഓരോ ക്യാബിൻസിൻ്റെ മുന്നിലും വ്യത്യസ്ത കാഴ്ചകളാട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. മരങ്ങൾക്കിടയിൽ സെറ്റ് ചെയ്ത ക്യാബിൻസിൻ്റെ നിലത്തായിട്ട് ഒരുപാട് പൂക്കളൊക്കെ ചാടി വീഴുന്നുണ്ട് കേട്ടോ. ഈ ഒരു ക്യാബിൻ്റെ മുന്നിലുള്ള കാഴ്ചകൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് ഇവിടുത്തെ വെള്ളച്ചാട്ടം കാണാനാട്ടോ. നമ്മുടെ ഈ പ്രോപ്പർട്ടീൻ്റെ താഴെ ഒരു കിടിലൻ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ ഇടയിലൂടെ നടന്നിട്ട് വേണം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ. രാവിലത്തെ നടത്തം വല്ലാത്തൊരു രസമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നടന്ന് നമ്മൾ നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടു. ഒരുപാട് പാറക്കെട്ടുകളാൽ നിറഞ്ഞൊരു നദി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ടാണ് വെള്ളച്ചാട്ടം.
കുറച്ചുകൂടെ താഴേക്ക് പോയാലാട്ടോ കറക്റ്റായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കാണാൻ പറ്റുന്നത്. ഇവിടെയൊക്കെ പാറക്കെട്ടിൻ്റെ മുകളിൽ ഓരോ ഇൻറ്റു മാർക്ക് ഇടുന്നുണ്ട്. അത് ഇവിടുത്തെ ഫോറസ്റ്റുകാർ ഇടുന്നതാട്ടോ. അവിടെയൊക്കെ വലിയ വലിയ കുഴി ഉണ്ടെന്ന് അടയാളപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇറങ്ങുന്നത് കുറച്ച് ഡേഞ്ചറാട്ടോ. ഇവിടെ ഇറങ്ങാനും പെർമിഷൻ ഇല്ല. ഇവിടെ കോമൺ ബാത്റൂംസ് ആട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഹൈജീനിക് ആയിട്ടാണ് ഒരു ബാത്റൂംസ് ഒക്കെ കീപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ക്യാമ്പിംഗ് സ്റ്റേക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കൂടാരാട്ടോ. ഞാൻ ഒരുപാട് റിസോർട്ടിൽ പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത്രയായിട്ട് നാച്ചുറലായിട്ട് വൈബ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് എനിക്ക് കൂടാരം തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മൂന്നാർ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും വർത്താവും. 2000 റുപ്പീസിന് ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ടീ, സ്നാക്സ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആട്ടോ. പുതിയ രുചികൾ തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പം നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം. ബൈ ഫ്രം നിസാം ഫുഡി ട്രാവലർ.